ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും, പക്ഷെ ദീർഘകാല പരിഹാരം അതാണ് വേണ്ടത്. അത് വലുതാണ്. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം, സൗരോർജ്ജം ഉൾപ്പെടെയുള്ള പകരമൂർജ്ജ സ്രോതസ്സുകളുടെ വ്യാപനം, പ്രസരണ സംവിധാനങ്ങളുടെ ശക്തിപ്പെടുത്തൽ, അതിലും പ്രധാനമായി ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമുള്ള വൈദ്യുതി ഉപഭോഗം. കാരണം ഓരോ യൂണിറ്റ് വൈദ്യുതിയും ലാഭിക്കുമ്പോൾ അത് നാളെയുടെ കേരളത്തെയും വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ് എന്നതാണ് പ്രധാനം. അവിടെയാണ് നമ്മൾ ഇന്ന് KSB ഓഫീസിലൊക്കെ ഫാനൊക്കെ ഇട്ടിട്ട് ചേട്ടന്മാരൊക്കെ ഇറങ്ങി പോകുന്നതും കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇത്രയൊന്ന് കുറച്ച് കാണിക്കണം, ജനങ്ങൾ കുറയ്ക്കണം എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ഞങ്ങളോട് പറയുമല്ലേ, ഞങ്ങൾ തിരിച്ചു ചോദിക്കും നിങ്ങൾ ആദ്യം ചെയ്യൂ എന്ന്. അതുകൊണ്ട് മാതൃക ഒരുമിച്ചാകാം. അധിക വൈദ്യുതി നൽകാമെന്ന് പറയുന്ന പലരും പിന്മാറുന്നുവെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തെ വൈദ്യുതി കരാർ കഴിഞ്ഞ സർക്കാർ റദ്ദാക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അനാവശ്യമായി സർക്കാർ സ്ഥാപനങ്ങളിൽ വൈദ്യുതി പാഴാക്കുന്നതും ഒഴിവാക്കണമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചെറിയ പ്രശ്നമല്ല, വളരെ ഗൗരവത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ഓരോ ദിവസം വാങ്ങുകയാണ്, നമ്മളിങ്ങനെ ഓഫർ കൊടുത്തിരിക്കുകയാണ്, ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവർ പുറകോട്ട് പോകും, നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ തരില്ല, കൂടുതൽ വിലയ്ക്ക് വയ്ക്കും. നമ്മൾ ചില ദീർഘകാല കരാറുകൾ നേരത്തെ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു. ആ കരാർ പിന്നീട് റദ്ദാക്കപ്പെട്ടു. റദ്ദാക്കിയതിൻ്റെ റിസൾട്ട് കൂടിയാണ്. ആ കരാർ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അനാവശ്യ ദുരുപയോഗമുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യ ഉപയോഗത്തിന് നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ ദുരുപയോഗം അവരവർ നിയന്ത്രിക്കണം. കുറച്ച് നാളത്തേക്ക് ഈ പ്രയാസമുണ്ടാകും. പിന്നെ ജനങ്ങളും സഹകരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഇന്നലെ മന്ത്രി പറഞ്ഞത് എപ്പോഴിത് തീരും എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് കുറച്ചു കാലത്തേക്ക് എന്തായാലും ഈ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നതുകൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് ഈ പറയുന്ന നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണ്, നമ്മളെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. വൈദ്യുതിയും ഏറിയും കുറഞ്ഞും അങ്ങനെ തന്നെയാണ്. ഇത് ഒരു മുൻകൂട്ടി കാണുക എന്ന് പറയുന്നത് സർക്കാരെ മാറിയുള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡും സംവിധാനങ്ങളും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇവരെന്തോ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അതെ മാധു, ഈ സർക്കാർ സംവിധാനം മാറി, പക്ഷേ KSEBയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പഴയത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. പിന്നീട് എന്തുകൊണ്ട് ഇത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും എന്ന കാര്യം മുൻകൂട്ടി കണ്ടില്ല, അതിന് ഉതകുന്ന തരത്തിലേക്ക് എന്തുകൊണ്ടൊരു ഇടപെടൽ നടത്തിയില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഇന്ന് മന്ത്രി പറഞ്ഞു കുറച്ചു കാലത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ആൾക്കാരൊക്കെ ഒന്ന് സ്വയം നിയന്ത്രിക്കണം, ഒന്ന് സഹകരിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇത് എത്ര കാലം, എത്ര കുറച്ചു കാലം എന്ന ചോദ്യമാണ് മറുവശത്ത് നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല ന്യായീകരണങ്ങൾ, പല വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങളും മന്ത്രിയും അടക്കം പറയുമ്പോഴും അരുതല്ലാത്ത രീതിയിലാണ് സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഇന്നലെയൊക്കെ 3 തവണയാണ് 20-30 മിനിറ്റ് വീതമായി പല സ്ഥലങ്ങളിലും വൈദ്യുതി പോയിട്ടുള്ളത്. അതിലിപ്പോൾ മന്ത്രി പറയുന്നത് നേരത്തെ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നതാണ്. ദീർഘകാലത്തേക്കുള്ളൊരു കരാറായിരുന്നു അന്ന് നടത്തിയിരുന്നത്. ആ കരാർ അന്ന് LDF സർക്കാർ പിന്നീട് അധികാരത്തിൽ വന്ന സമയത്ത് റദ്ദാക്കി. അതുമൂലം ഉണ്ടാകുന്ന ഫലം ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ ഡാമുകളിലെ നീരൊഴുക്കിനെ അദ്ദേഹം പഴിക്കുന്നുണ്ട്, എൽനിനോ പ്രതിഭാസത്തെ അദ്ദേഹം പഴിക്കുന്നുണ്ട്, മഴയെ പഴിക്കുന്നുണ്ട്. അത്തരത്തിൽ പല മേഖലകളിലേക്ക് ഇതിൻ്റെതായ പ്രശ്നങ്ങൾ വീതിച്ച് നൽകുന്നുണ്ടെങ്കിലും ഈ പ്രശ്നത്തിന്റെ പരിഹാരം ആര് ചെയ്യും, ഇന്ന് പരിഹരിക്കപ്പെടുന്നതിന് യാതൊരുവിധ വ്യക്തമായ മറുപടി സർക്കാർ പലരും അധികം നൽകാൻ തരുന്നു, അതിനുവേണ്ട ഉറപ്പ് തരുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പക്ഷെ അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവർ, അറിയിപ്പ് നൽകുന്നവരെല്ലാം തന്നെ പറ്റിക്കുകയാണ്. അവരാരും തന്നെ വൈദ്യുതി നൽകുന്നില്ല എന്നൊരു പരാതിയും പരിഭവവും കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് കഴിഞ്ഞ വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി അത് മടക്കി നൽകേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ആ വൈദ്യുതി, ഉള്ള വൈദ്യുതി അങ്ങോട്ട് കൂടിയും കൊടുത്തു തീർക്കുമ്പോൾ ഇവിടെ നൽകാൻ വൈദ്യുതി ഇല്ല, ഇരുട്ടത്തിരിക്കേണ്ട സ്ഥിതിയാണ് എന്നതാണ് മാധു യാഥാർത്ഥ്യം. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ രാജമാണിക്യം വിശദീകരിച്ചു, മന്ത്രി വിശദീകരിക്കുന്നു. പക്ഷേ ഈ വിശദീകരണങ്ങൾക്കപ്പുറത്തേക്ക് എന്നത്തേക്ക് ഇതിനൊരു പരിഹാരമാകാൻ കഴിയും എന്നുള്ളൊരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ വേണം, അതിനൊരു തീരുമാനമുണ്ടാകണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം.